Hi guys, once again welcome back. Yes, exclusive. അങ്ങനെ നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒഫീഷ്യൽ വന്നിരിക്കുകയാണ്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. എങ്ങനെയൊക്കെ നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ സാധിക്കും, ആർക്കൊക്കെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണം. സോ ബേസിക്കലി മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ 2020 ജൂൺ 28 രാവിലെ 10 മണി മുതൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ കിട്ടുന്നുള്ള കാര്യം ആദ്യം പറയുന്നുണ്ട്. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് കിട്ടാത്തവർ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇതുവരെ നൽകാൻ കഴിയാത്തവർ, അതായത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റിൽ കൊടുക്കാൻ കഴിയാത്ത കുട്ടികൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ, അത് കൃത്യമായി നോട്ട് ചെയ്തേക്ക്. ഇനി എന്നാണ് 28-ാം തീയതി, നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ശ്രദ്ധിച്ചു മക്കളെ, സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള വേക്കൻസി മറ്റു വിവരങ്ങളും 2020 ജൂൺ 28 രാവിലെ 9 മണിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് വെബ്സൈറ്റിൽ സ്കൂൾ വേക്കൻസീസ് ഉള്ള ഒരു കോളം ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ ഒഴിവുള്ളത് കാണും, അതൊക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ ചെയ്തുതരും. തെറ്റ് സംഭവിക്കാൻ പാടില്ല കേട്ടോ. എന്നാൽ ഏതെങ്കിലും ഒരു ക്വാർട്ടറിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാവാത്തവർക്കും മെറിറ്റ് ക്വാർട്ടറിൽ നിന്നും പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും ക്വാർട്ടറിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് TC വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ആർക്കൊക്കെ മക്കളെ അലോട്ട്മെന്റ് കൊടുക്കാൻ കഴിയാത്ത, ഇത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുക. അതായത് എല്ലാവർക്കും ഈ സപ്ലിമെന്റിൽ കൊടുക്കാൻ കഴിയും. ആർക്കും കൊടുക്കാൻ കഴിയാത്തത്, അതായത് ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം കിട്ടി, അത് സ്പോർട്സ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ഒരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളവിടെ ജോയിൻ ചെയ്ത് പിന്നെ എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾ അവിടെ TC വാങ്ങി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ സ്കൂൾ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല, അതായത് ടെമ്പററി പോലും ജോയിൻ ചെയ്യാത്ത ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യും? ഈ അലോട്ട്മെന്റ് പ്രോസസ്സും അല്ലെങ്കിൽ അവർക്ക് ഇനി സപ്ലിമെന്റ് കൊടുക്കാൻ കഴിയില്ല. അതായത് നിങ്ങളുടെ പരിപാടി ഈ വർഷത്തെ കഴിഞ്ഞു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. റെഡി. അടുത്ത്, ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷവും എല്ലാ അപേക്ഷകരും അപേക്ഷാ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഓപ്ഷനുകൾ ഉൾപ്പെടെ അപേക്ഷയിൽ ലോഗിൻ വിവരങ്ങൾ ഒഴികെയുള്ള ഏത് വിവരവും തിരുത്താൻ വരുത്തുന്നതിന് സമയം അനുവദിച്ചിരുന്നുവെങ്കിലും പ്രസ്തുത അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതിനാൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർ. സംഭവത്രേ ഉള്ളൂ. പ്ലസ് വണ്ണിൽ ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഏതൊരു അലോട്ട്മെന്റ് കിട്ടി, പക്ഷേ സ്കൂളിൽ പോയപ്പോൾ ആണ് അറിഞ്ഞത് നിങ്ങൾ കൊടുത്തതിൽ എന്തോ ഒരു ഡാറ്റ മിസ്റ്റേക്ക് ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് പ്രവേശനം തരൂല എന്ന് പറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാം? സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ബോണസ് പോയിന്റ് ചിലപ്പോൾ എന്തെങ്കിലും ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മിസ്റ്റേക്ക് പറ്റിയ ആളുകൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ സപ്ലിമെന്ററിയിൽ പരിക്കാരം അവർക്ക് അലോട്ട്മെന്റ് കിട്ടിയതാ, പക്ഷേ എന്തോ ഒരു തെറ്റ് കാരണമാണ് അവർക്ക് അഡ്മിഷൻ കിട്ടാതെ. അപ്പോൾ അവരെ നമ്മൾ പരിഗണിക്കേണ്ടത്, അവരെ പരിഗണിക്കുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി പിന്നെ അപേക്ഷയിലെ പിഴവുകൾ അപേക്ഷ പുതുക്കുന്ന അവസരത്തിൽ തിരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓൾറെഡി തെറ്റ് പറ്റിയ ആൾ കഴിഞ്ഞാൽ തെറ്റെന്ത് ചെയ്യരുത്? ആവർത്തിക്കാൻ പാടില്ല. അടുത്ത പിടിച്ചോ, യോഗ്യതാ പരീക്ഷ സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം എന്നിവ തെറ്റായി നൽകിയവർ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണിക്കുന്നതിനായി ശരിയായ വിവരങ്ങൾ നൽകി പുതിയ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കും. അതായത് തെറ്റ് പറ്റിയവർക്ക് എന്ത് ചെയ്യാം? ഇനിയും അത് എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി തെറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി താഴെ പ്രതിപാദിക്കുന്ന വിഭാഗമുള്ള അപേക്ഷകർക്ക് 25 ജൂൺ 28 രാവിലെ 10 മണി മുതൽ 25 ജൂൺ 30 വൈകിട്ട് 5 മണിയെ പുതുക്കാൻ അവസരം. അതായത് 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 28, 29, 30 3 ദിവസം സമയമുണ്ട്. ഓടിച്ചാടി പോയി തെറ്റുകളൊന്നും വരുത്തരുത്. വളരെ സമയമെടുത്ത് നോക്കിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനി ഒറ്റ കാര്യം കൂടി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണിക്കുന്നതിനായി എന്താ ചെയ്യുക? അതായത് നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇത് കൊടുക്കുക? ഇനി അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ശ്രദ്ധയോട് കൂടി കേൾക്കുക. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് ഓൾറെഡി കാറ്റലോഗിനൊക്കെ ഉള്ള ആളാണ്. അവരെന്താ ചെയ്യേണ്ടത്? നേരെ HSK വെബ്സൈറ്റിൽ കയറുന്നു, പ്രൊഫൈൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്നു, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് അവിടെ റിന്യൂ അപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഓൾറെഡി കാൻഡിഡേറ്റ് ലോഗിൻ ഉള്ള ആളുകളാണ്. എന്നാൽ രണ്ടാമത്തെ ആളുകൾ ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർ വെബ്സൈറ്റിലെ പ്രവേശനത്തിന് തുടർ പ്രവർത്തനങ്ങൾക്കായി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത, അപ്പോൾ പുതിയ ആൾക്കാർ എന്ത് ചെയ്യുക? ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ഓൺലൈൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ആദ്യം മുതലേ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഭാഗമാവും. അപ്പോൾ ഓൾറെഡി ഉള്ള ആളുകൾ റിന്യൂ ചെയ്താൽ മതി, അല്ലാത്തവർ എന്ത് ചെയ്യുക? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്ത്, തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ട അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണനത്തിനായി കാൻഡിഡേറ്റ് ലോഗിലെ റിന്യൂ അപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ അപേക്ഷകൾ പിഴവുകൾ തിരുത്തി എന്ത് ചെയ്യാം? ചെയ്യാം. അത് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ട്. അതായത് ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ എന്തോ മിസ്റ്റേക്ക് കാരണം അഡ്മിഷൻ നിരാകരിക്കപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് റിന്യൂ അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. റെഡി. ഇനി സപ്ലി അലോട്ട്മെന്റിലായ വേക്കൻസികൾ നമ്മൾ പറഞ്ഞു രാവിലെ 9 മണിക്ക് എന്ത് ചെയ്യും? വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ വേക്കൻസിക്ക് അനുസൃതമായി വേണം പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? യെസ്.
പിന്നെ സപ്ലിമെന്റ് അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിക്കുന്ന ഒഴിവിലുള്ള സ്കൂൾ കോമ്പിനേഷൻ മാത്രമേ ഓപ്ഷനുകളായി തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ ഏതാണോ ഒഴിവ് ഉള്ളത് ആ ഒഴിവുള്ളത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു സ്കൂളിൽ നിങ്ങൾക്ക് വേണ്ട സയൻസ് അവിടെ ഒഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ സയൻസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഏതാണോ കോഴ്സ് അവിടെ ഒഴിവുള്ളത് ആ ഒഴിവ് നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾ വെറുതെ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം കൊടുത്തിട്ട് കാര്യമില്ല, കിട്ടൂല. ഇനി അതുപോലെ തന്നെ നമുക്കിത് എന്താണ് സപ്ലൈ അലോട്ട്മെന്റിനായുള്ള അപേക്ഷകൾ നമ്മൾ പറഞ്ഞ് 28 രാവിലെ 10 മണി മുതൽ 30 വരെ സമയമുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് എങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ അപ്പോൾ തെറ്റ് കൂടാതെ എങ്ങനെ കൊടുക്കും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. അതുപോലെ തന്നെ നിഹാൽ സാർ എൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അതുപോലെ സ്കൂൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളൊക്കെ നാളെ മുതൽ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്തിടുക. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെ കൊടുക്കാൻ സാധിക്കും, രണ്ട് കൂട്ടർക്കാണ് കൊടുക്കാൻ സാധിക്കും. ആരൊക്കെയാ, ഒന്ന് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടാത്തവർ, ഇതുവരെ അഡ്മിഷൻ പ്രോസസ്സിൽ കൊടുക്കാത്തവർ, എന്തൊക്കെ കാര്യങ്ങൾ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ അല്ലേ, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റാത്തത്, ഇതുവരെ ഏതെങ്കിലുമൊക്കെ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയ ആളുകൾ, അത് സ്പോർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആയിരിക്കാം, ആ കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ മെറിറ്റ് അലോട്ട്മെൻ്റ് ആയിരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് TC വാങ്ങി പോയ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും സപ്ലിമെൻ്ററിയിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നിഹാൽ സാർ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റായി ചോദിക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. തെറ്റുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മറക്കാൻ പാടില്ല. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാ സ്കൂളിലും കിട്ടട്ടെ, അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത കുട്ടികൾ കിട്ടട്ടെ എന്ന് മാത്രമേ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.